അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഇസ്ലാമിലെ പവിത്രമായ ഒരു പദവിയാണ് വലിയ് എന്നത്. ആ വലിയിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക. വലിയും കറാമത്തും പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതികളാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഉത്തമദാസന്മാർക്കാണ് വലിയുകൾ എന്ന് പറയുന്നത്. വലിയ എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് എന്നതുകൊണ്ട് തന്നെ ആ വലിയൻ്റെ മുഖം മൂടി ധരിച്ച കള്ളനാണയങ്ങൾക്കും ഇസ്ലാമിക ലോകത്ത് പഞ്ഞമൊന്നുമില്ല. സാധുക്കളായ ജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ചൂഷകന്മാരായ പണ്ഡിത പുരോഹിത വേഷധാരികൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്ത സംഗതികളാണ് വലിയും കറാമത്തും. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കള്ളസൂഫികളും ആ കള്ളസൂഫികളുടെ കേരള പതിപ്പായ സമസ്തക്കാരും ഏറ്റവും അധികം ജനങ്ങളെ ക്ഷണിക്കുന്നതും ഈ വലിയിലേക്കും കറാമത്തിലേക്കുമാണ്. സമസ്ത രൂപീകൃതമായത് തന്നെ അതിനാണ്. അള്ളാഹു അല്ലാത്ത വലിയുകൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് അവർ തന്നെ സമ്മതിച്ചതും തുറന്നു പ്രഖ്യാപിച്ചതുമാണ്. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് ഏതൊരു സാധാരണക്കാരനും വ്യക്തമാണ്. എന്നാൽ ഈ വലിയിന് തന്നെ വിവിധതരം പേരുകൾ കൊടുത്ത് വിവിധതരം കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു പ്രവണത ഈ ആത്മീയ ചൂഷകർ എല്ലാ കാലത്തും പ്രയോഗിച്ചു വരാറുണ്ട്. നീർക്കോലി മൂത്ത് മണ്ഡലിയാകുക എന്ന് പറഞ്ഞതുപോലെ വലിയ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി പല ഉയർന്ന തസ്തികകൾ അവർക്കുണ്ട് എന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കാറുള്ളത്. അതിൽപ്പെട്ട ചില പേരുകളാണ് കുത്തുബ്, കുത്തുബുൽ ആലം, കുത്തുബുൽ അക്താബ്, മുദബ്ബറുൽ ആലം, അബ്ദാല്, നുജബാ, ഔത്താദ്, അങ്ങനെ തുടങ്ങിയ ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന, ജനങ്ങൾക്ക് ഒരു നിലക്കും മനസ്സിലാകാത്ത കുറെ പേരുകളും തസ്തികകളും ഔലിയാക്കൾക്കുണ്ട് എന്നാണ് ഇവർ സാധാരണ പ്രസംഗിക്കാറുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന ഒരു പേരാണ് കുത്തുബ് എന്നത്. എന്താണ് കുത്തുബ്? ഇവർ തന്നെ പറയട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നതിന് ശേഷം കുത്തുബായി ഭൂമിയിൽ തന്നെ വന്ന്, കുത്തുബുല്ല കുത്തുബായി ഭൂമിയിൽ തന്നെ വന്നതിന് ശേഷം പിന്നെ ഹയ്യായ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ, ഈ പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റുള്ളൂ. മുത്തുനബിയുടെ പ്രതിനിധിയായി മുത്തുനബി ഇരുന്ന അതേ ചെയറിൽ ഇരിക്കുകയാണ് അൽ ഖുതുബ് അൽ ഗൗസ് എന്ന് പറയുന്ന മഹാന്. മുത്തുനബിക്കുള്ള ആ സ്ഥാന കിട്ടണത്. കേട്ടില്ലേ സഹോദരങ്ങളെ? അപ്പൊ ഈ കുത്തുബ് എന്നുള്ള ഈ സാങ്കേതിക പദം ഉണ്ടല്ലോ, ഇത് ഒരു വിശദീകരിച്ച് അവസാനം കുഫ്ർ എന്നുള്ളടത്തൊക്കെ എത്തുക. കാരണം ഇതിൽ തന്നെ എന്താ പറഞ്ഞത്, മുത്തുനബിക്കുള്ള അതേ സ്ഥാനമാണ് കുത്തുബിനുള്ളത്. എന്ത് തോന്നിയാസാണോ ഈ പറഞ്ഞത്? മുത്തുനബിക്കുള്ള സ്ഥാനം വേറെ മനുഷ്യനുണ്ടാവുമോ? കാരണം മുത്തുനബി ഇരിക്കുന്ന അതേ ചെയറിൽ ഇരിക്കുന്ന ആളാണ് കുത്തുബ്. ആ കുത്തുബ് ലോകത്ത് ആദ്യം വന്ന കുത്തുബ് മുത്തുനബിയാണ്, ഭൂമിയിൽ വന്ന കുത്തുബ് മുത്തുനബിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുത്തുനബി വഫാത്തായതിനു ശേഷം പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും കുത്തുബ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും കുത്തുബുണ്ട്. ചോദിക്കട്ടെ, ആരാണ് ഇന്നത്തെ കുത്തുബ്? ഈ ഭൂമിയിൽ ഓരോ സ്ഥലത്തും കുത്തുബുണ്ട് എന്നവർ പറയണത്. ഓരോ ജില്ലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ കുത്തുബുണ്ട്. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ഭൂമിയിൽ കുത്തുബുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന കുത്തുബുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള കുത്തുബ് ആര്? ലോകത്തിന്റെ നിയന്ത്രണമുള്ള കുത്തുബ് ആര്? നിങ്ങൾ ആളെന്ന് പറയടോ. നിങ്ങൾ ഓരോരുത്തരും ജീവൻ പോയതിനു ശേഷം മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തുബായിരുന്നു, കുത്തുബുൽ ആലമായിരുന്നു, കുത്തുബുൽ അക്താബായിരുന്നു എന്ന് വളമ്പിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താ ഇപ്പൊന്ന് പറഞ്ഞു കൊടുത്താലത്? അപ്പൊ ഇവർ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആളാണ് കുത്തുബ്. ഇനി കുത്തുബിന്റെ ഡ്യൂട്ടി എന്തൊക്കെ അറിയാം? ചെറിയ ചെറിയ ഡ്യൂട്ടി ഒന്നുമല്ല, വമ്പൻ ഡ്യൂട്ടിയാണ് കുത്തുബിനുള്ളത്. കേട്ടോളി. ഈ കുത്തുബിന്റെ ഡ്യൂട്ടി ഒക്കെ കേട്ട് കഴിഞ്ഞാല് കുത്തുബ് ആകണ്ടില്ലേനും തോന്നിപ്പോവും ആൾക്കാർക്ക്. കേട്ടോളി. കുത്തുബാബിങ്ങൾക്ക് എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. എന്താ അവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയോ? അല്ലാഹു തആല അള്ളാഹിന്റെ അദാബ്, ബലാ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ഒരാളേക്കും തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മേഖലയിൽ. ആ അദാബ് ആദ്യമായിട്ട് ഇറക്കുന്നത് ആ ചങ്ങായിക്കല്ല അള്ളാഹ് ഇറക്കി കൊടുക്കുന്നത്. അള്ളാഹു ആ അദാബും ബലാവും ആദ്യം ഇറക്കുന്നത് കുത്തുബിലേക്കാണ്, ഗൗസിലേക്കാണ് ഇറക്കുന്നത്. അള്ളാഹിന്റെ തീരുമാനം ഗൗസ് ഇങ്ങനെ കാണുകയാണ്. എന്ത് ഭൂകമ്പം ഉണ്ടാകുന്നതും ബസ് ഇടിക്കുന്നതും കാറിടിക്കുന്നതും അദാബാണ്. വാളുകൊണ്ട് വെട്ടുന്നതും ഒക്കെ അള്ളാഹ് തീരുമാനിച്ചത് ഇങ്ങനെ ആദ്യം അനുഭവിക്കേണ്ടി വരെ കുത്തുബാണ്. അത് നിഅമത്താണെങ്കിലും നിഖ്മത്താണെങ്കിലും. അപ്പോൾ കുത്തുബ് ഈ തീരുമാനം, അള്ളാഹിൻ്റെ തീരുമാനം കാണുമ്പോൾ അത് പേടിക്കുന്ന പറയുന്നത്. എന്നിട്ട് കുറച്ചു നേരം കാത്തിരിക്കും, ലൗഹിലേക്ക് നോക്കി നിൽക്കും. അള്ളാഹു തആല അതിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ടോ? അള്ളാഹു അതിൽ മാറ്റം വരുത്തുന്നില്ല.
അത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഏറ്റുവാങ്ങേണ്ടത് ചുമതല കുത്തുബിന. എല്ലാവരും നേതാവല്ലേ കുത്തുബ്. ആ അദാബും വാങ്ങേണ്ടത് ബലാവും വാങ്ങേണ്ടത് കുത്തുബാണ്. കുത്തുബ് എന്ത് ചെയ്യും? കുത്തുബ അദാബ് വാങ്ങി കുത്തുബിന് നല്ല വേദന വിഷമമൊക്കെ ഉണ്ടാവും. അതിന് ശക്തിയുണ്ട് കുത്തുബിന്, അത് സ്വീകരിക്കാനുള്ള ശക്തി കുത്തുബിനുണ്ട്. 360 പുരുഷന്മാരുടെ ശക്തി ഒരു കുത്തുബിനുണ്ട് എല്ലാ വിഷയത്തിലും. ഇത് സൂപ്പർമാനും സ്പൈഡർമാനും കഥല്ല ഈ പറയണത് കേട്ടോ. ഇത് ഇവലെ ഇസ്ലാമിലെ വലിയ സംഗീതം പറഞ്ഞിട്ട് ഇവലെ അവതരിപ്പിക്കണ കുത്തുബിന്റെ ഡ്യൂട്ടിയാണ് ഈ പറയണത്. എന്താ പറയണത്? ഒരാൾ തെറ്റ് ചെയ്താൽ ആ ശിക്ഷ ആദ്യം ഇറക്കുക ഈ കുത്തുബിലായിരിക്കും. എങ്ങനെ ഉണ്ടാവും? കെട്ടിയോള് തെറ്റ് ചെയ്തതിന് അമ്മായിമാനെ പോയി ചീത്തറിയെന്ന് പറഞ്ഞ മാതിരിയല്ലത്. ഏതേ ഒരു ചങ്ങായി തെറ്റ് ചെയ്തതിന് അള്ളാന്റെ അദാബ് ഭൂമിയിൽ ഇറക്കുകയാണെങ്കിൽ കുത്തുബിന്റെ മേൽക്കാണ് അത്ര ആദ്യം ഇറക്കുക. ഉദാഹരണത്തിന് ഒരാൾ ആക്സിഡന്റ് ആകുകയാണ്, അദാബായിട്ട് അള്ളാഹ് ആക്സിഡന്റ് ഇറക്കുകയാണ്. അപ്പൊ ആ ആളല്ല അത് ആദ്യം ഇറക്കുക. ഇപ്പോൾ ഒരുത്തനൊരു മാരുതി 800 പഴയ കാറായിട്ട് ഇങ്ങനെ പോണ ഒരുത്തൻ, ഓനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഓന്റെ മാരുതി 800 ആക്സിഡന്റ് ആണതിന് മുമ്പ് കുത്തുബ് ചിലപ്പോൾ ബെൻസിൽ നടക്കുന്നുണ്ടാവും, കുത്തുബിന്റെ കാറൊന്ന് ആക്സിഡന്റ് ആയി കൊടുക്കും. അതാകുമ്പോൾ ആദ്യം ആണ്ട് ഇറക്കുക. അപ്പൊ കുത്തുബ് ഇങ്ങനെ കാത്തിരിക്കും, ലൗൽ മാഫൂദൊക്കെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും, വല്ല മാറ്റം വരുത്തുണ്ടോ, അവിടെ വല്ല മാറ്റം വരുത്തുണ്ടോ. ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തുബ് ഒന്ന് സജ്ജാവും, ഒന്ന് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ചിട്ട്, കാരണം അള്ളാന്റെ അതാ ഇറങ്ങാൻ പോവാണ്, അത് മൂപ്പര് ഏറ്റു വാങ്ങണമല്ലോ. മൂപ്പര് ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനൊക്കെ ആയിരിക്കും, 360 ആളെ ശക്തിയായിരിക്കും ഒരു കുത്തുബിന്. എന്നാലും മൂപ്പര് എന്ത് ചെയ്യും? ആ ശിക്ഷ വളരെ വേദന സഹിച്ച് ഇടങ്ങാറായിട്ട് വിഷമിച്ചിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്ര ആരോഗ്യമുള്ള പെണ്ണാണെങ്കിലും പെറുമ്പൊരു പേറ്റിനവും ഉണ്ടാവുമല്ലോ, അത് സഹിക്കണമല്ലോ എന്ന് പറഞ്ഞ മാതിരി 360 ആളെ കപ്പാസിറ്റി ഒക്കെ ഇപ്പം താങ്ങും. ഇനി 361 ആൾക്കാർ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ ഇറക്കുകയാണെങ്കിലോ അപ്പം ഈ കുത്തുബൊന്ന് ഇടങ്ങാറാവും. ഒരു സാധാരണ പോട്ടറുടെ തലയ്ക്ക് ഒരു 50 രൂപൻ്റെ സിമെന്റ് ചാക്കി കെട്ടുന്ന പോട്ടറുടെ തലയ്ക്ക് ഒരു 2 സിമെന്റ് ചാക്കി വെച്ച് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും, ഒന്നുകൊണ്ട് കൂനി കൂടുമല്ലോ എന്ന് പറഞ്ഞ മാതിരി കുത്തുബ് ഒന്നുകൊണ്ട് ഇടങ്ങാറാവും. എന്നാലും വേണ്ടിയില്ല, സമുദായത്തിന്റെ നന്മക്കും വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് സഹിച്ച് കടിച്ചു പിടിച്ച് വേദന കടിച്ചു പിടിച്ചിട്ട് ഈ സമുദായത്തിനെ രക്ഷിക്കാൻ വേണ്ടി കുത്തുബ് വേദന ഏറ്റുവാങ്ങുകയാണ്. എങ്ങനെ? ക്രിസ്ത്യാനികളെ ഈ സങ്കല്പം ഉണ്ടല്ലോ, ജനങ്ങളുടെ പാപം ഏറ്റുവാങ്ങാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറി എന്നിട്ട് ആ പാപം സ്വയം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കഥയാണിത്. ഇതൊക്കെ അവിടുന്ന് വന്നതാണ്. ഈ പീറ കിതാബും സൂഫി കിതാബും പാള കിതാബിന്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഉത്ഭവം ഖുർആൻ സുന്നത്തൊന്നല്ല. ഈ നസ്രാണികളും ജൂതന്മാരും ഒക്കെ ഷിയാക്കളെയും അവിടുന്നൊക്കെ കടമെടുത്ത് കണ്ട് കുത്തിക്കയറ്റിയ കിതാബുകളാണ്, അതിത്തെ കഥകളാണ് ഇപ്പൊ ഈ വായിക്കണത്. മനസ്സിലായോ? അപ്പൊ ഇരിക്കട്ടെ, അപ്പൊ അതാണ് കുത്തുബിന്റെ ഡ്യൂട്ടി. ഈ കുത്തുബ് എത്ര ഇടങ്ങാറായിട്ട് വേദന സഹിച്ചിട്ടാണ് ഈ ലോകത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട ഒറ്റ കുത്തുബുള്ള ലോകത്ത് ഈ എല്ലാവരും ശിഷ്യമ്പാടെ ഏറ്റുവാങ്ങിയ കുത്തുബ് ഇടങ്ങാറാവൂല. ഇല്ല, ഇതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ നാട്ടിലും ഓരോ കുത്തുബാണ്. കേട്ടോളി. കുത്തുബ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നർത്ഥം. ഔലിയാവിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള നേതാവ് എന്നർത്ഥത്തിന് കുത്തുബ് എന്ന് പറയും. ആ അർത്ഥത്തിൽ കുത്തുബ് എല്ലാ മേഖലയിലും കുത്തുബുണ്ട്. ഓരോ നാടിനും കുത്തുബുണ്ട്. ഇന്ത്യക്കൊരു കുത്തുബുണ്ട്, കേരളത്തിനൊരു കുത്തുബുണ്ട്, മലപ്പുറത്തിനൊരു കുത്തുബുണ്ട്, മലപ്പുറം ജില്ലയിൽ തന്നെ ഇനിയിപ്പോൾ ഓരോ കറിയൊക്കെ ഒരു കുത്തുബുണ്ട്. കുത്തുബുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുത്തുബുണ്ടായതുകൊണ്ടാണ്, ആ വഴി ഉണ്ടായതുകൊണ്ടാണ് ആ നാട്ടിൽ അള്ളാഹു തആല ആ നാടിനെ അള്ളാഹു തആല സംരക്ഷിച്ചു പോരുന്നത് എന്നാണ്. ആ കുത്തുബ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ആരും പേടിക്കണ്ട, ഈ ഒരു ഒറ്റ കുത്തുബിനെ കൊണ്ട് ലോകം മൊത്തം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ബേജാറാകണ്ട. കുത്തുബ് വരേണ്ട ലോകത്ത് പല കുത്തുബുകളുണ്ട്. ഇന്ത്യക്കൊരു കുത്തുബ്, കേരളത്തിനൊരു സംസ്ഥാന കുത്തുബ്, മലപ്പുറത്തിനൊരു ജില്ലാ കുത്തുബ്, പിന്നെ മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ ഓരോ കറിയത്തിനും ഓരോ നാടിനും കുത്തുബ്. ഈ ഒതുക്കെങ്കിലും വല്ല കുത്തുബുണ്ടെങ്കിൽ എൻ്റെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിരുന്നു സംസാരിക്കാൻ. നമ്മളെ നാട്ടിൽ കുത്തുബുണ്ടി നമുക്കുണ്ടല്ലോ കാണാൻ പൂതി. ഇരിക്കട്ടെ. അപ്പൊ ഇതിങ്ങനെ ഈ പാർട്ടിന്റെ കമ്മിറ്റിമാരിങ്ങനെ സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ശാഖാ പ്രസിഡന്റ്, ലോക്കൽ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ സംസ്ഥാന കുത്തുബ്, ജില്ലാ കുത്തുബ്, മണ്ഡലം കുത്തുബ്, പഞ്ചായത്ത് കുത്തുബ്, ബ്രാഞ്ച് കുത്തുബ്, യൂണിറ്റ് കുത്തുബ്, അങ്ങനെ പല പല കുത്തുബുകളുണ്ട്. അപ്പൊ ആരും ബേജാറാകണ്ട. ഇങ്ങനെ ഒരു കുത്തുബ് ലോകത്തിന്റെ ഏത് മൂലക്കല്ല ഈ കുത്തുബ് കിടക്കണമെന്ന് ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. നിങ്ങളൊക്കെ നാട്ടിൽ കുത്തുബിടാണ് തപ്പിക്കൂടി എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും ഈ സാധനം. വല്ല ഗുഹന്റെ ഉള്ളിലോ മരക്കൊമ്പത്തോ വല്ല ആ വവ്വാലുമാരി കിടന്ന് ആടും ഉണ്ടാവും, ചിലപ്പോൾ വല്ല ഗുഹന്റെ ഉള്ളിൽ കൂനി കൂടി ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വല്ല കാട്ടിൽ പതിഞ്ഞിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. പല കോലത്തിലുണ്ടാവും ഈ കുത്തുബ്. വരുന്നുണ്ട് ഇൻഷാ അല്ലാ. കാരണം കുത്തുബിന് പല തടിയും പല കോലൊക്കെ ഉണ്ടാവും. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ഈ കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കുത്തുബുണ്ടാവുന്നതാണ്. മാത്രല്ല എങ്ങനെയാണ് ഒരേ സമയത്തും പല കുത്തുബുകൾ ഉണ്ടാവും, ഒരേ കാലഘട്ടത്തിൽ പല കുത്തുബുകൾ ഉണ്ടാവും. അതെങ്ങനെയാണ്? അതിന് ടെക്നിക്ക് ഉണ്ട്, കേട്ടോളിയും. അപ്പോൾ കുത്തുബുൽ ആലം ഒരാളും നല്ല റിഫായ ഷെയ്ഖിൻ്റെ മുരീദന്മാരൊക്കെ കുത്തുബുൽ ആലമായപ്പോൾ നമ്മൾ ഖാജ അജ്മീർ തങ്ങളെ മുരീദന്മാരൊക്കെ അക്കാലഘട്ടത്തിൽ കുത്തുബായുന്നുണ്ട് ചരിത്രത്തിൽ. എല്ലാവരും പാടൊന്നായിട്ട് കുത്തുബാലെങ്ങനെ
അത് ഒരാൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കുത്തുബാകുന്ന പോലുണ്ട്. ഒരു ദിവസം നിസ്ഫുല്യവും, ഒരു ദിവസത്തിൻ്റെ പകുതി കുത്തുബ, ഒരാഴ്ച കുത്തുബ്, ഒരു മാസം കുത്തുബ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് കുത്തുബാകാലോ. എന്താ അതുകൊണ്ട് ഉപകാരം? സുബ്ഹാനല്ലാഹ്. കുത്തുബ് എന്ന സ്ഥാനത്ത് കയറി 1 സെക്കൻഡ് കിട്ടിയാൽ മതി. പിന്നെ അത് വേറൊരു ലോകമാണ്. മാരിഫത്തിൻ്റെ തുറക്കപ്പെടുന്നത് വേറൊരു ലോകമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. മനസ്സിലായോ? ഖാജാ മൊയ്‌നുദ്ദീന്റെ കാലത്ത് എല്ലാവരും കുത്തുബായത്ര. അപ്പൊ എന്താ കാര്യം? ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിക്കാണ്ട് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി തല്ലുമുടി വിടുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഓരോ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അതുപോലത്തെ ഒരു ടെക്നിക്കാണിത്. ആരും പണക്കാൻ പറ്റൂല. അങ്ങനെ എല്ലാവരും പിടിച്ചിക്കാണ്ട് കുത്തുബാക്കും. കുത്തുബാക്കാരെ ആജീവനാന്ത കുത്തുബൊന്നുമല്ലോ കേട്ടോ. ഒരു മാസത്തിന് കുത്തുബ്, ആഴ്ച കുത്തുബ്, ദിവസ കുത്തുബ്, മാസക്കൂലി ദിവസക്കൂലി എന്നൊക്കെ പറഞ്ഞ മാതിരി ആഴ്ച കുത്തുബ്, ദിവസ കുത്തുബ്, മണിക്കൂർ കുത്തുബ്, മിനിറ്റ് കുത്തുബൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സംതൃപ്തിയായി. എല്ലാവർക്കും അതിൻ്റെ ഇത് കിട്ടിയല്ലോ, അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ. വലിയ ആനുകൂല്യമാണ് കുത്തുബ് പറഞ്ഞാൽ. ഭയങ്കര സ്ഥാനമാണ്. നമ്മൾ MLA പിന്നെ PA എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടല്ലോ. പിന്നെ ആജീവനാന്തം പെൻഷൻ എന്നൊക്കെ പറഞ്ഞേക്കാം, അള്ളാഹു ആലം. അപ്പൊ അങ്ങനെ ആ തസ്തീക്കാണ് കയറി കഴിഞ്ഞ പിന്നെ കാലാകാലത്തിന് സുഖം അനുഭവിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കുത്തുബിനും വേണ്ടി കച്ചറ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും പിടിച്ച് ഓരോ മിനിറ്റ് കുത്തുബ്, അങ്ങനെ ഓരോ മണിക്കൂർ കുത്തുബ്, അങ്ങനെ ഉണ്ടല്ലോ. ഈ കുട്ടികൾ സാറ്റ് കളിക്കുമ്പോൾ കുറെ നേരം ഒരുത്ത എണ്ണീറ്റ് മറ്റോലെ ഒളിച്ചിക്കും. എന്നിട്ട് മറ്റോ വന്നിട്ട് പറയും, ഇത്ര നേരം ഞാൻ എണ്ണിയില്ലേ, ഇജ്ജ് ഒളിച്ചിരുന്നില്ലേ, ഇനി ഇജ്ജ് എണ്ണ്, ഞാൻ ഒളിച്ചിക്കുക എന്ന് പറയും. എന്നിട്ട് കുറച്ച് സാറ്റ് എന്ന് പറഞ്ഞ മാതിരി ഇത്ര നേരം ഇജ്ജ് കുത്തുപോയില്ലേ, ഇനി കുറച്ചു നേരം ഇജ്ജ് മുരിയതാകെ ഞാൻ കുത്തുവാകാ, ഇത്ര നേരം ഇജ്ജ് കുത്തുപോയിരുന്നു ഞാൻ മുരിയതേനു, ഇനി നേരെ തിരിച്ച്. അങ്ങനെയൊക്കെ ഓരോരോ ഒരു പരിപാടികളാണ് ഈ കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായ? എങ്ങനെയുണ്ട് ഇത് കേൾക്കാൻ? നല്ല രസം ഇത് കേൾക്കാൻ. ഇവന്മാരെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ നിലപാടുകളും അങ്ങനെ തന്നെ. താനീ കോമഡി. ഇനി ഇത് കുത്തുബിന്റെ കഥ. ഈ കുത്തുബ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി വലിയൊരു കാറ്റഗറിക്ക് എത്താണ്ട്. എന്താണ്? അതിന് അബുദാൽ എന്ന് പറയും. എന്താണ് ഈ അബുദാല്? കേട്ടോളി. അപ്പോൾ അബുദാൽ എന്ന് പറഞ്ഞാൽ എന്താ? അബുദാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അബുദാൽ എന്ന ഒന്നിലധികം ശരീരങ്ങൾ പ്രകടാക്കാൻ കഴിയുന്ന വലിയ, അതാണ് അബുദാൽ. നമുക്ക് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം. അബുദാലിന് അങ്ങനെ മാനല്ല എന്ന് ചിലവർ പറഞ്ഞു. എവിടെ നോക്കിയോ നിങ്ങൾ? അബുദാലിന് അങ്ങനെ മാനല്ല. എത്ര കിതാബിലാണ്? ഈ കിതാബിൽ അധിക കിതാബിലും അബുദാലിൻ്റെ ആ മാന പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം ശരീരമുണ്ട് അബുദാലിന്. അവരൊരു ശരീരം ഒരു കാര്യം പ്രവർത്തിക്കും, മറ്റൊരു ശരീരം വേറൊന്ന് പ്രവർത്തിക്കും. അബുദാലി എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തുടങ്ങും ഒന്നിലധികം ശരീരം ഉണ്ടാകുന്ന അവസ്ഥത്തിൽ, അല്ലേ? എന്നിട്ട് അബുദാലി എന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? കിതാബിലൊക്കെ ഉണ്ട്. എത്ര കിതാബിലുണ്ട് ഇതിനെ കുറിച്ച്, അബുദാലിനെ കുറിച്ച്. ഈ ഇരിക്കുന്ന കിതാബിലൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് കിതാബ്? അതിൽ 2 വാങ്ങിയത് കിതാബ് തന്നെ കേട്ടോ. മൗലുദുൽ ഹുസ്നൈൻ, അതിന്റെ ഷറഹ് 900 പേജുള്ള മത്റദുൽ ഹുസ്നൈൻ. പിന്നെ വേറെന്താ? വേറെ കുറെ പിറ കിതാബ്, കുറെ സൂഫി കിതാബ്, കുറെ പാള കിതാബ്, കുട്ടികളെ പമ്പേഴ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ ആ കിതാബിലൊക്കെ ഉണ്ട്. ഉണ്ടായമതല്ലേ? ഏതെങ്കിലും ഭയത്തുനിന്ന് എടുത്തൊക്കെ എഴുതിയതൊക്കെ പ്രമാണമുള്ള അവൾക്ക് ഇരിക്കട്ടെ. അപ്പൊ എന്താണ് അബുദാല്? അബുദാൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തടിയുള്ള വലിയനാണ് അബുദാൽ എന്ന് പറയാ. എടോ, നിങ്ങളെ ഔലിയാക്കളെ ഒരു തടി കൊണ്ട് തന്നെ സമുദായം കുടുങ്ങിക്കാണ്. പിന്നല്ലേ ഒന്നിലധികം തടി ഉണ്ടായ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പല തടി ഉണ്ടാവും. അത് 40 തടി ഉണ്ടാവും, 400 തടി ഉണ്ടാവും, 4000 തടി ഉണ്ടാവും. പല എണ്ണത്തിലും പല തടി ഉണ്ടാവും. പല നാടുകളിലും പല തടി പ്രത്യക്ഷപ്പെടും. ഒരു തടി ഒരു പണി, വേറെ തടിക്ക് വേറൊരു പണി. അങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടികൾ. ഇപ്പൊ ഒരു തടി ഇങ്ങനെ ഇരുന്ന് തിന്നുമായിരിക്കും, വേറെ തടി ഇരുന്ന് ഇങ്ങനെ തൂറുക, വേറെ തടി എവിടെയും നിന്ന് കണ്ട് കള്ളുഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കുണ്ടാവും, വേറെ തടി ഏതെങ്കിലും വേശ്യാലയത്തിൽ പോയി കണ്ട് പെണ്ണ് കുടിക്കുണ്ടാവും, വേറെ തടി കഞ്ചാവ് വലിക്കുണ്ടാവും. കാരണം ഇത് തമാശയല്ല. കാരണം ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 40 തടിയുള്ള ഒന്നിലധികം തടിയുള്ള ശരീരത്തിന് ഒരു തടിക്ക് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ. അപ്പൊ 40 തടിയുള്ള ഒരു വലിയന് ഒരു തടിക്ക് നിസ്കാരം നിർബന്ധമുള്ളൂ. 39 തടിക്കും നിസ്കാരം ഒഴിവാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 തടിക്കും ഹറാമുകൾ ചെയ്യാം. കാരണം നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റ് വേറുണ്ടോ? നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റാണോ മദ്യപാനം? നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റാണോ വേശ്യാവൃത്തി? തന്നെ. അപ്പൊ 39 തടിക്ക് നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ 39 തടിക്കും എല്ലാ ഹറാമും ചെയ്യാം. അപ്പൊ ഒരു തടി ഇവിടെ നിന്ന് കണ്ട് തിന്നുണ്ടാവും, വേറെ തടി കക്കൂസിലിരിക്കുന്നുണ്ടാവും, വേറെ തടി അവിടെ കിടന്ന് കുത്തിമറി ഉണ്ടാവും, വേറെ തടി ഇവിടെ പറക്കുണ്ടാവും. എന്നാൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടാ. എത്ര തടി ഉണ്ടായാലും നിസ്കരിക്കാൻ എന്തായാലും പോവില്ല. അതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അത് തമാശ പറയല്ല, ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര തടി ഉണ്ടായി കഴിഞ്ഞാലും നിസ്കരിക്കാൻ കിട്ടൂല, തടിനെ തിന്നാൻ പോയിക്കുന്നു ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി. മജ്ദൂബ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാഴ്ചയിൽ അവർക്ക് സ്വയബുദ്ധി ഇല്ല തോന്നും. അല്ലാഹു തആല മജ്ദൂബ് പല മജ്ദൂബും ഉണ്ട്. മജ്ദൂബികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മജ്ദൂബ് അല്ലാഹു തആല അവരുടെ ബുദ്ധി അള്ളാഹുലേക്ക് പിടിച്ചിരിക്കുന്നു. അള്ളാഹുവിനുള്ള ഇഷ്കില് പ്രേമത്തിൽ അവർ ലയിച്ചുപോയി. പുറത്ത് നടക്കുന്നത് അവർ ചെയ്യുന്നതും പറയുന്നതൊന്നും നമുക്കൊരു ലെവല് തോന്നൂല.
ഇങ്ങനെയുള്ള വിഭാഗമാണ് മജ്ദൂബീങ്ങൾപ്പെട്ട ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം മജ്ദൂബീങ്ങളുണ്ട്. അള്ളാഹുവിനുള്ള ഇഷ്ക്, മഹബത്ത് അത് അമിതമായി പോയി അവർക്ക് അള്ളാഹുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാതായി പോവുക, നിസ്കരിക്കാൻ കഴിയാതായി പോവുക. നിസ്കരിക്കുന്ന സംഗതി ആലോചിക്കുമ്പോൾ അതുപോലത്തെ സംഗതികൾ ചെയ്യുമ്പോൾ അവർക്ക് ജദ്ബ് വന്നു പോവുക, ബുദ്ധി നഷ്ടപ്പെട്ടു പോവുക. മുഹ്മഅലൈഹി എന്ന് പറഞ്ഞ മാതിരി, ബോധശ എന്ന് പറഞ്ഞ മാതിരി ഏത് ലോകത്തുനിന്ന് അറിയില്ലാതെ ആയി പോവുക, പരിഭ്രാന്തത വന്നു പോവുക. അപ്പൊ നിസ്കാരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവർ പരിഭ്രാന്തരായി പോയി, പിന്നെ നിസ്കാരം നടക്കൂല. ഇങ്ങനെ ഒരു വിഭാഗം മജ്ദൂബീങ്ങളുണ്ട്. ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴൊന്നും അവിടെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോത്തിന് ലെവല് തെറ്റിപ്പോവുക. എങ്ങനെയുണ്ട് ഈ അബുദാലിങ്ങളിൽപ്പെട്ട മജ്ദൂബായ ടീമുണ്ടല്ലോ, മജ്ദൂബ് പറഞ്ഞ പിരാന്ത് പച്ചമലയാളത്തിൽ പറഞ്ഞാല് ആ മജ്ദൂബീങ്ങളായ ആൾക്കാര് കുറെ തടി ഉണ്ടെങ്കിലും നിസ്കരിക്കൂല. കാരണം എന്താ? അള്ളാഹുവിലുള്ള ഇഷ്കോണ്ട് കൊണ്ട് ലയിച്ചിട്ട് അതിലും കുത്തി മറിഞ്ഞിട്ട് തൊള്ളി തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അവർ പറയണത് നമുക്ക് തിരിയില്ല. അതിനാണോ പിരാന്ത് എന്ന് പറയാ? നിങ്ങളതിന് മജ്ദൂബ് പറഞ്ഞ ഇസ്ത്രീട്ട കുപ്പായിട്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പിരാന്ത് അങ്ങനെ പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നിട്ടോ ഇവർ അള്ളാഹുവിലുള്ള ഇഷ്കം കൊണ്ട് മൂത്തിട്ട് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിസ്കരിക്കാൻ കൊണ്ട് തോന്നൂല. പണ്ട് ഒരുത്തം പറഞ്ഞില്ല, പടച്ചോനെ പേടിച്ചിട്ട് പള്ളിക്ക് കിടക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങോട്ട് നിസ്കരിക്കാൻ മാത്രം തോന്നൂല, അള്ളാഹുള്ള ഇഷ്കം കൊണ്ട് മൂത്തിട്ട് ഹുബ് മൂത്തിട്ട്. ഇവിടെ ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചൂടെ? ഒരു ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചൂടെ? ഒരു മനുഷ്യനോട് ഹുബ് മൂത്ത് കഴിഞ്ഞാൽ അയാളായിട്ട് കൂടുതൽ അടുക്കാനും അയാളായിട്ട് കൂടുതൽ ഇടപഴകാനും അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ തയ്യാറാകുക അല്ലേ? ഇപ്പോൾ ഒരുത്തം പറയാണ്, എനിക്ക് കെട്ടിയോളോടുള്ള ഹുബ് കൊണ്ട് മൂത്തിട്ട് പ്രണയം കണ്ട് തരിയിൽ കയറിയിട്ട് പ്രേമം കണ്ട് ഒലിച്ചിറങ്ങിയിട്ട് ഓളത്തേക്ക് പോകാൻ തന്നെ തോന്നണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലക്ക് എന്തോ ഒരു തകരാറുണ്ടെന്നല്ലേ നമ്മൾ പറയാ അല്ലേ? ഇതൊരു മജ്ദൂബാണെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും പറയോ? ഒരു മനുഷ്യനായിട്ട് ഹുബ് മൂത്തിട്ടാണ്ട് അടുക്കാതിരിക്കുക, അയാൾ പറഞ്ഞ് ചെയ്യാതിരിക്കുക, അതെന്ത് സോക്കറാടത്? എന്താണ് ഈ അസുഖം? അപ്പൊ നിസ്കരിക്കാൻ മാത്രം വയ്ക്കൂല, ബാക്കിയുള്ള എല്ലാ പണിക്കും മജ്ദൂബിന് വയ്ക്കും. ഇതാണ് പല ഔലിയ സങ്കല്പം. മനസ്സിലായോ? ഇവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വികല വിശ്വാസങ്ങളാണ് സഹോദരങ്ങളേത്. അങ്ങനെ ഈ അബുദാലി എന്ന സാധനം ഉണ്ടല്ലോ, ഒന്നിലധികം തടിയുള്ള ഈ ഹംകീങ്ങള്, ഇവരെ കൊണ്ടുണ്ടാകണ പൊല്ലാപ്പ് കുറച്ചൊന്നല്ല. ഇവർ പല കോലത്തിലും പല രൂപത്തിലും പല നാട്ടിലും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ജനങ്ങടി കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അങ്ങനെ ഒരു അബുദാലിന്റെ പേരിൽ 2 മുരീദന്മാർ കച്ചറ. കേട്ടോളി. അങ്ങനെ സ്വീത്തിമ പറയേണ്ട ഒരു സംഭവം ആ കിതാബിൽ, 2 ആളുകൾ ഒരു വലിയ 2 സ്ഥലത്ത്, അബുദാലിൽപ്പെട്ട ഒരാളെ 2 സ്ഥലത്ത് വെച്ച് കണ്ട് അയാൾ കൂടെ അങ്ങനെ നടന്നിരുന്നു. അങ്ങനെ ഇവർ 2 ആൾ പിന്നെ ഒരുമിച്ച് കൂടി. അപ്പോൾ ഫുലാനുൽ വലിയ ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, മറ്റാൾ പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഭയങ്കര കച്ചറായി. അവസാനം അയാൾ പറഞ്ഞു, ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ ഞാൻ തൊലാക്കില്ലേ, എൻ്റെ ഭാര്യൻ്റെ തൊലാക്ക് പോയി. അയാൾ ഇന്നലെ എൻ്റെ അടുത്തില്ലെങ്കിൽ. മറ്റാളും പറഞ്ഞു, ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഇന്നലെ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ തൊലാക്ക് പോയി. അവസാനം 2 ആളും പാടാ പിന്നെ മൂപ്പരെ കണ്ടുട്ടി. പിന്നെ കച്ചറ മൂപ്പരുടെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ 2 ആളും ഇങ്ങനെ പറഞ്ഞു, 2 ആളെ ഭാര്യൻ്റെ തൊലാക്ക് പോയിട്ടില്ല, നിങ്ങളെടുത്തും ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളെടുത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആളും ഒരു പണി ചെയ്തോളുന്ന പല പണിയായിരിക്കും ചെയ്യുക. ഒരു അബുദാല് അയാൾക്ക് കുറെ തടിയുണ്ട്. അങ്ങനെ അയാളെ 2 ചെങ്ങായിമാർ 2 മുരീദന്മാരായിരിക്കും ചിലപ്പോ. അങ്ങനെ 2 ആളും ഇയാളൊപ്പം ഒരു ദിവസം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ 2 മുരീദന്മാരും പാടെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ഇന്നലെ മറ്റേ നമ്മളെ ഷെയ്ഖുനുണ്ടല്ലോ, നമ്മളെ അബുദാല്, നമ്മളെ മഹാനവറുകള്, മൂപ്പരിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ മുരീദ അതെങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാകുക? ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കച്ചറായപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമല്ലോ, 2 ആളെ വാദം. അങ്ങനെ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇത് ഞാൻ തെളിയിച്ചു തരാം, ഇല്ലെങ്കിൽ എൻ്റെ കെട്ടിയോളെ ഞാൻ തൊലാക്കല്ലോ. അപ്പൊ മറ്റോന്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ തെളിയിച്ചു തരാം, ഇല്ലെങ്കിൽ എൻ്റെ കെട്ടിയോളെ ഞാൻ തൊലാക്കല്ലോ. ഇത് ഏത് തന്ത ചത്താലും കോഴിക്ക് കടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ മാതിരി ഇവന്മാർ എന്ത് കച്ചറ ഉണ്ടാക്കിയാലും പെരിയിരിക്കുന്ന കെട്ടിയോളുമാർക്ക് അതിന്റെ ബുദ്ധിമുട്ട്. ഓല വെച്ച് കണ്ടാണ് ഈ കളി. ഈ മഹാഭാരതത്തിലുണ്ടല്ലോ, പാഞ്ചാലിനെ വെച്ചിട്ട് ചൂതൊളിച്ചു, കെട്ടിയോളെ വെച്ച് കണ്ട് ചൂതൊളിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് പല അവസ്ഥ. അവിടുന്നൊക്കെ ആയിരിക്കും ഇതിന്റെ തെളിവുകളൊക്കെ. അതായത് ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇസ്ലാമിലൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടോ? അപ്പൊ കെട്ടിയോളെ തൊലാക്കല്ലോ. ഇത് കേട്ടതും മഹാനവറുകളുണ്ടല്ലോ, ആ അബുദാലവറുകള് മൂപ്പര് പറഞ്ഞ്, കച്ചറ കൂടണ്ട, നിങ്ങളെ കെട്ടിയോളെ തൊലാക്കല്ലണ്ട, എനിക്ക് ഒന്നിലധികം തടിണ്ട്, ഞങ്ങളെ 2 ആളെ കൂടി ഇന്നലെ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ് 2 കെട്ടിയോളുമാർ രക്ഷപ്പെട്ടു. അബുദാലി വെളിപ്പെടുത്തോടുകൂടി അവർ കഴിച്ചിലായി എന്നായി പറയണത്.
ഇത് കേവലം കഥല്ല സഹോദരങ്ങള്, ഇതിവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ചങ്ങയുണ്ടല്ലോ മടവൂര്, അച്ചങ്ങായി ഇങ്ങനത്തെ ഒരു അബുദാലായിരുന്നു, അയാൾക്ക് ഒന്നിലധികം തടി ഉണ്ടായിരുന്നു എന്നാ. അതിനൊരു തെളിവ് ഇവര് പറയുന്നുണ്ട്, കേട്ടോളി. ഒരു ദിവസം മഹാനായ സി.എം. വലിയുള്ളാഹി മഹാനവറുകളും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പയും സിയാറത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. പൊന്നാനിയിലും അതേപോലെ തന്നെ വെളിയംകോടും ചാവക്കാടും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്യാനാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർ വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെ സമീപത്ത് അന്ന് രാത്രി താമസിക്കുകയാണ്. നേരം വെളുത്തു, അവിടുന്ന് യാത്ര പിന്നെയും ആരംഭിക്കുകയാണ്. അങ്ങനെ പൊന്നാനി വെളിയങ്കോട് സയ്യിദന്മാരന്ത്യവിശ്രമം കൊള്ളുന്ന സൂറത്തിലെ സയ്യിദന്മാരന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഖാമിന്റെ പരിസരത്തേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുമ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഓടി വരികയാണ്. എന്നിട്ട് സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ നോക്കിയിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി ഇവിടെ വന്ന ആളാണ് ഈ മഹാൻ, ഇന്നലെ രാത്രി ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത ആളാണ് ഇയാള്, ഞങ്ങൾ സംസാരിച്ചിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ യൂസുഫുൽ ജീലാനി തങ്ങള് ഉപ്പാപ്പ പറയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്, പോടാവിടുന്ന്, ഇന്നലെ എന്റെ കൂടെയല്ലേ മഹാനുള്ളത്, പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്നലെ രാത്രി കാണുന്നത്? കുട്ടികൾ പിന്നെയും വാശി പറയാണ്, നിങ്ങൾ പറഞ്ഞാ ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങളല്ലേ കണ്ടത്. മഹാനായ സി.എം. വലിയുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ യൂസുഫുൽ ജീലാനി തങ്ങൾ ചോദിക്കാണ്, അല്ല നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? യൂസുഫുൽ ജീലാനി തങ്ങളോട് ചിരിച്ചിട്ട് പറഞ്ഞു എന്നാണ്, ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതാണ് ഔലിയാക്കളിൽപ്പെട്ട അബ്ദാലുകൾ എന്ന് പറയുന്ന മർത്തബയിലേക്ക് എത്തിപ്പോയ മഹാന്മാർ ഇവിടെയുണ്ട്, അവിടെയുമുണ്ട്. ഇതാണ് ഔലിയാക്കളിൽപ്പെട്ട അബ്ദാലിങ്ങൾ എന്ന് പറയുന്ന മഹാന്മാർ ഇവിടെയുണ്ട്, അവിടെയുമുണ്ട്. പക്ഷെ പള്ളിക്ക് മാത്രം ഉണ്ടാവൂല. അതാണ് ഈ അബ്ദാലിന്റെ ഒരു പ്രത്യേകത. ചുരുക്കി പറയാ, അപ്പൊ മടവൂരും ഇയാളെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദായിരുന്നു ഈ വൈലത്തൂർ യൂസുഫുൽ ബുഖാരി. ഇയാളെ കൂടെ അങ്ങനെ നിഴലുപോലെ നടന്നിരുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ അപ്പോൾ രണ്ടാളും കൂടി ഈ പൊന്നാനി ഭാഗത്ത് ഒരു ഖബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഏതോ സൂറത്തിലുള്ള ഏതോ ആൾക്കാരെ ഖബർ അത്ര എല്ലാം വന്ന് ഒടുങ്ങൂല. ഇവിടെ ഉള്ള അതിന് വളക്കൂറുള്ള മണ്ണ്. ചുരുക്കി പറയാ, അപ്പൊ ഇവരിങ്ങനെ സിയാർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് തെരുവ് കുട്ടികൾ വന്നിട്ട് പറഞ്ഞതാ, ഈ മഹാനവറുകൾ ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലോ. അപ്പൊ യൂസുഫുൽ ബുഖാരി ചോദിക്കാണ്, അതെങ്ങനെടോ ഇന്നലെ ഇവിടെ വരിക, ഇന്നലെ മൂപ്പരിന്റെ കൂടെ അല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വരും? ആ കുട്ടികൾ പറയുന്നത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇന്നലെ മഹാനവറുകൾ ഇവിടെ വന്നിരുന്നു. യൂസുഫുൽ ബുഖാരി സമ്മതിക്കൂല, ഇന്നലെ വന്നിട്ടില്ല, ഇന്നലെ മൂപ്പരിന്റെ കൂടെ തന്നെയാണ്. മടവൂർ ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരം കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടി അടി കൊഴിക്കട്ടെ എന്നിട്ട് ഇടപെടാൻ വിചാരിച്ച് മുണ്ടാതെ നിൽക്കുകയാണ്. അവസാനം വൈലത്തൂർ തങ്ങൾ ചോദിച്ചു, എന്താണ് മഹാനവറുകൾ നിങ്ങൾ മുണ്ടാത്തത്? അപ്പൊ മടവൂർ പറഞ്ഞു, ഞാൻ അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും, എനിക്ക് ഒന്നിലധികം തടികളുണ്ടല്ലോ. റാഹത്തായി യൂസുഫുൽ ബുഖാരിക്ക്. എവിടോ കാട്ടു പുരോഹിതന്മാരെ, ഈ യൂസുഫുൽ ബുഖാരി ആരാ നിങ്ങളെ അഭിപ്രായത്തില്? വലിയ എന്നാ പറയണത്. മടവൂരിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയ വലിയാണ്, അനവധി നിരവധി കറാമത്തുകളുടെ ഉടമയാണ്. ആ യൂസുഫുൽ ബുഖാരിക്ക് അറിയില്ലേ മടവൂർ അബുദാലാണെന്നും അബുദാലിങ്ങൾക്ക് ഒന്നിലധികം തടി ഉണ്ടാവുമെന്നും, ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, മക്കത്തുണ്ടാവും, മുക്കത്തുണ്ടാവും, പൊന്നാനിയിലുണ്ടാവും, മറ്റോടത്തുണ്ടാവും, മറിച്ചോടത്തുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും അബുദാലിങ്ങൾ എന്നുള്ള യൂസുഫുൽ ബുഖാരിക്ക് അറിയില്ലേ? അയാൾ കച്ചവടാൻ പോവാണ് ഈ കുട്ടികളെ ഇട്ട് തന്നെ അങ്ങണ്ട് അടിച്ചു വിടുകയാണ്. തൊള്ളീത് വന്നത് ഇങ്ങനെ കറാമത്തിന്റെ പേരിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ വിടുമ്പോൾ ഇവിടെ അടിത്തറ തകരുന്നത് പോലും അറിയില്ല. അങ്ങനെ കൊണുണ്ട് ഈ കൗമിന്. തലച്ചോറ് തീരില്ലാത്തതുകൊണ്ട് തൊള്ളി വന്നത് ഇങ്ങനെ അടിച്ചു കയറ്റി വിടും. അപ്പൊ അപ്പുറത്ത് ഇവിടെ പ്രധാനപ്പെട്ട അതുവരെ കെട്ടിപ്പൊക്കി ഇവിടെ തകർന്നിട്ടുണ്ടാവും. അപ്പൊ യൂസുഫുൽ ബുഖാരിക്ക് മനസ്സിലായില്ല മടവൂർ അബുദാല എന്നുള്ളത്. ഇരിക്കട്ടെ, അപ്പൊ അതാണ് ഈ അബുദാലി എന്ന് പറഞ്ഞ സാധനം പല കോലത്തിലും പല നാട്ടിലും പല രീതിയിലും പ്രത്യക്ഷപ്പെടുന്നാണ് പറഞ്ഞത്. ഈ അബുദാൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഭൂമിന്റെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ആകെ അവതാളത്തിലാകും. ഒരു സെക്കൻഡ് എങ്ങാനും അബുദാൽ ഇവിടെ ഇല്ലെങ്കിൽ, ആ ഡ്യൂട്ടിയിൽ ആളില്ലെങ്കിൽ എന്തായിരിക്കും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകൂലേ? കാരണം ഇബലെയുള്ള അള്ളാഹ് അതൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അബുദാല് ഇല്ലാത്തൊരവസ്ഥ ജീലാനിന്റെ കാലത്ത് വന്നപ്പോ പെട്ടെന്ന് ഒരാളെ പിടിച്ച് അബുദാലാക്കി. ഈ കസാരയിലെ ആളുവാണല്ലോ. ബഹുരസാണ് ആ കഥ, ഒന്ന് കേട്ടോളി. കാരണം അല്ലാഹു തആല കുതുബിന് ഏത് വ്യക്തിനെയും വലിയനെയും സ്ഥാനം ക്യാൻസൽ ചെയ്യാനുള്ള കഴിവും, അതുപോലെ ഏത് നാടനും പിടിച്ച് തൗലിയത്ത് ചെയ്യാൻ വലിയ ആക്കാനുള്ള കഴിവും അല്ലാഹു തആല കുതുബിന് കൊടുക്കുന്നുണ്ട്. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ബഹജത്തുൽ അസ്റാറിൽ സനദ് പറയുന്നുണ്ട്. അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ
അതുവരെ നസ്രാനിയായി ജീവിച്ച ഒരാളെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചിടുന്ന് അയാളെ മുടിയൊക്കെ കളഞ്ഞ് ആകെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അയാൾ ആ മരിച്ച അബുദാലിങ്ങളെ കൂട്ടത്തിലുണ്ട് ആക്കി. അയ്യോ അപ്പം മരിച്ച ബദലുണ്ടല്ലോ, ആ ബദലിൻ്റെ സ്ഥാനത്ത് നീ നിൽക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടെ അബുദാലിനുള്ള എല്ലാ പ്രത്യേകതയും ആ വലിയനിക്ക് ഉണ്ടാകാം. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ കഥ? അബുദാലികളിൽപ്പെട്ട ആള് മരിച്ചപ്പോ ആ വേക്കൻസികൾ വന്നല്ലോ, കസാര ഒഴിഞ്ഞെടുക്കാണ്. അപ്പൊ ആരെങ്കിലും പിടിച്ച് അബുദാല ആക്കണമല്ലോ, ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ആകെ അങ്കലാപ്പിലാകും. ഇവിടെ അദാബുകൾ ഇറങ്ങും, സുനാമി വരും, ഭൂകമ്പം ഉണ്ടാവും, അഗ്നിപർവ്വതം പൊട്ടും. കാരണം എല്ലാ അദാബുകളും ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവരിങ്ങനെ സന്നദ്ധരായി നിൽക്കുന്ന ടീമാണ് ഈ അബുദാല് കുത്തുബ് എന്നൊക്കെ പറഞ്ഞ സാധനം. അങ്ങനെ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മണവും കൊണ്ടുള്ള ഒറ്റ അതിനും കാണാനില്ല. അബുദാലാക്കാൻ വേണ്ടി ആ കസേര ഇരുത്താൻ വേണ്ടി. അപ്പോൾ ഒരു നെസറാണ് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. മൊയ്‌ദി ശൈഖ് ഓനെ പിടിച്ചെടുത്തിട്ട് മൊട്ടൊക്കെ അടിച്ചിട്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് സുന്നത്തല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയിമത്തെ മുറി ഉണങ്ങണതിന് മുമ്പ് പിടിച്ച് അബുദാലാക്കി എന്നാ കഥ എങ്ങനെ ഉണ്ടാവും? എന്താണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിലെ മഹത്തായ ഒരു പദവിയാണ് വലിയ. ആ വലിയ എന്നുള്ള പദവിനെ വലിച്ചു നീട്ടിയിട്ട് ഏങ്കോണിച്ച് വലിച്ചു കീറി ഒരു പരുവത്തിലാക്കിയിട്ട് ഇവർ അവതരിപ്പിക്കണ കോലാണിത്. മനസ്സിലായോ? ഒരു നെസറാണിനെ പിടിച്ചു കണ്ട് അബുദാലാണക്കി. വലിയല്ല, വലിയ മൂത്ത് കുത്തുബും മൂത്ത സാധനമാണ് ഈ അബുദാല്. ആ നെസറാണിനെ പിടിച്ച് അബുദാലാക്കി മൊയ്‌ദി ശൈഖിന്റെ പേരിൽ പച്ച എന്നാണ്. എടോ എന്തൊരു നിലവാരം അതിനുള്ളത്. പണ്ട് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോ അതുവരെ ലാലു പ്രസാദിന്റെ വീട്ടിലെ അടുക്കളയിൽ സാമ്പാറിന് പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു കെട്ടിയോളൂ റാബറി ദേവി അതിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയായിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ മുഖ്യമന്ത്രി ആരോഹണ പരിപാടിയായിരുന്നത്. എന്നാലും ദിനംകാട്ടി മെച്ചുണ്ടായിരുന്നത്. കാരണം ലാലു പ്രസാദ് യാദവിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങിയൊരു പരിചയം മുപ്പത്തിയേർക്കുണ്ടല്ലോ. ആ കിടന്നിറങ്ങുന്ന സമയത്തിന് ലാലു പ്രസാദ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്നിപ്പോൾ ഇന്നും പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്തുണ്ടായി, മറ്റേ ഫണ്ട് പാസ്സാക്കി, ഇവിടെ മറ്റേ മന്ത്രിസഭ കൂടി, പാർട്ടിയിൽ ഇന്നും പ്രശ്നങ്ങളുണ്ട് ഒക്കെ കെട്ടികളോട് പങ്കുവെക്കുമല്ലോ. അത് കേട്ടൊരു പരിചയമെങ്കിലും റാബറി ദേവിക്ക് ഉണ്ടാവുമല്ലോ. അതിൻ്റെ നിലവാരം പോലും ഇല്ല ഇവലെ വലിയാക്കലും അബുദാലാക്കലും. കാരണം ഇതൊന്നും അള്ള തിരഞ്ഞെടുക്കണമല്ല. ഒരാളെ വലിയാക്കാനും അയാളുടെ വിലായത്ത് പട്ടം ക്യാൻസൽ ചെയ്യാനും ആ വലിയനെ പിടിച്ച് കുത്തുബാക്കാനും കുത്തുബിനെ പിടിച്ച് അബുദാലാക്കാനും അതിനെ ഗൗസാക്കാനൊക്കെ ഉള്ള അധികാരം ബല ഔലിയാക്കൾക്ക് തന്നെയാണ് എന്നാണ് ഇവന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അപ്പൊ ഇതാണ് ഇവന്മാരെ ഔലിയാക്കളെ കുറിച്ചുള്ള സങ്കല്പങ്ങളും കറാമത്തിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും. ഇത്തരത്തിലുള്ള വൃത്തികെട്ട വികലമായ വിശ്വാസങ്ങളാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പേരോ സലഫികൾക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല, കറാമത്തിൽ വിശ്വാസമില്ല. ഇതൊക്കെ ഞങ്ങൾ മുണുങ്ങണം അല്ലേ? വേറെ ആളെ നോക്കി നിങ്ങള്. ഇത് മുണങ്ങാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ സലഫികളായത്. പണ്ട് എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, ആവറേജ് ബുദ്ധിന്റെ മുകളിലുള്ള ആളെ സലഫിയാകുക എന്ന്. അതിന്റെ മറുവശം എന്താ? ആവറേജ് ബുദ്ധിന്റെ താഴെയുള്ള താനി മൊയന്ത്, താനി പൊട്ടൻ, ആ പൊട്ടനാണ് ഈ ഖുറാഫിയാകുക. ഓനാണ് ഇതൊക്കെ മുണങ്ങാൻ കിട്ടുള്ളൂ, സലഫികളെ കിട്ടൂല. കാരണം സലഫികൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ കുറിച്ചാണ്. അല്ലാതെ ആ ഹോജ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ ഹോജ ഇങ്ങനെ കേട്ടിരിക്കുന്നു, ഇതല്ല സലഫികളുടെ പ്രമാണം. മനസ്സിലായോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള അബുദാലികളും ഔലിയാക്കളും ഉണ്ടല്ലോ, ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഇങ്ങനെ സ്വയം തീരുമാനം എടുക്കലല്ല. ഇവർക്ക് ഓഫീസുണ്ട്, മീറ്റിംഗ് ഉണ്ട്. കേട്ടോളി. ഞാൻ പറഞ്ഞല്ലോ 1,24,000 ഔലിയായിരുന്നു. അഹ്ലു ദീവാൻ എന്ന് പറയും അവർക്ക്. ഓഫീസ് എന്ന ദീവാന്റെ അർത്ഥം. ഈ ലോകത്തിന്റെ ഓഫീസാണത്. ഓഫീസേഴ്സ്. ഈ അഹ്ലു ദീവാൻ അവർ എല്ലാ ദിവസവും ഒരു നേരം അവർക്ക് ഒരുമിച്ച് കൂടൽ നിർബന്ധം. അത് ഗാറു ഹിറായെ ചുറ്റിപ്പറ്റി അവിടെയാണെന്നാണ് പറയുന്നത്. ഓറ് ഹിറാല് സുബഹിയുടെ മുമ്പാണ് അവർ ഒരുമിച്ച് കൂടുക. അഹ്ലു ദീവാൻ. അവിടുത്തെ ആ മീറ്റിങ്ങിലുള്ള അധ്യക്ഷൻ അത് ഗൗസാണ്. അധ്യക്ഷൻ്റെ തൊട്ടടുത്ത് 2 ഇമാം ഇരിക്കും, വലതുഭാഗത്തൊരാളും ഇടതുഭാഗത്തൊരാളും. അവർക്കൊക്കെ നിശ്ചിത സീറ്റുകളുണ്ട്. സീറ്റ് മാറിയിരിക്കാൻ പാടില്ല. മുന്നിലിരിക്കുന്നവരും എവിടെ ഇരിക്കുന്നവരും. അതിൽ മലക്കാളും ഉണ്ടാവും, ജിബ്രീൽ അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടാവും ബാക്കിൽ. മുന്നിലുള്ളവരതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാവും. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ആ മീറ്റിങ്ങിലേക്ക് വരും. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ആ മീറ്റിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇബ്രീസിൽ അൽ ഇബ്രീസ് മിൻ കലാമിൽ ഗൗസ് അബ്ദുൽ അസീസ് അതിൽ പറയുന്നുണ്ട് വിശദമായിട്ട്. ഞാൻ പറയുന്നതൊക്കെ വടായി അല്ലേ, ഒക്കെ ഉള്ളത് തന്നെയാണ്, അങ്ങനെ മാനത്തോക്കി പറയുന്നതല്ല. ഞാൻ എന്ത് പറഞ്ഞു എൻ്റെ ചോദിച്ചാൽ എൻ്റെ ഒപ്പം കൂടാ, ഇജ്ജ പറഞ്ഞത് എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഉള്ളത് തന്നെയാണ് പറയുന്നത്. ആ
എവിടെയൊക്കെ ഉള്ളതോ പറയുള്ളൂ. എവിടെയൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും കോജ ഏതെങ്കിലും പിറ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ആരാ പറഞ്ഞത്? അബ്ദുൽ അസീസ് ദബ്ബോ. ഓ, തൊള്ള നിറച്ചു പേരാണ്. ആ പേര് കേട്ടാൽ തന്നെ അറിയാം ഒരു ബഡ്കൂസാന്നുള്ളത്. പിന്നെ വേറെ ആരാണ്? യൂസുഫ് നബ്ഹാനി, മറ്റേ അബ്ദുൽ വഹാബ് ഷെഹറാനി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ എഴുതി വെച്ച കുറേ പിറ കിതാബുണ്ട്. അതിനാണ് ഇതൊക്കെ എടുത്ത് വായിക്കണത്. മനസ്സിലായോ? അപ്പൊ ഇതിലെന്താണ്? അഹ്ലുദ്ദീവാൻ, ഈ ഔലിയാക്കള് അബുദാലിയങ്ങള് എന്ന് പറയുന്ന ടീമിന്റെ ഓഫീസിന്റെ പേരാണ് അഹ്ലുദ്ദീവാൻ. അത് എവിടെ അഹ്ലുദ്ദീവാന്? ഹിറാ ഗുഹയിലുണ്ട്. ആ ഹിറാ ഗുഹയിൽ എല്ലാ ദിവസവും സുബഹിന്റെ മുമ്പിൽ മീറ്റിംഗ് കൂടിയിട്ട് ഗൗസ് ഇങ്ങനെ നടുവിലിരിക്കും. ഏട്ടും പോലും ഓരോ ഇമാമിയങ്ങളും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റസൂലും വരും, ജിബ്രീലൊക്കെ വേക്കലുണ്ടാവും. നിങ്ങൾ എന്തിനാടോ ഹംകളെ, നിങ്ങൾ എന്തേലും തോന്നിയാസം പറഞ്ഞോളി. ഈ റസൂലുള്ളാഹിനും ജിബ്രീലിനൊക്കെ ദീക്ക് വലിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങൾ പറഞ്ഞു മുണങ്ങാൻ കൗമുണ്ടല്ലോ ഇവിടെ, ഒരു മുണങ്ങിക്കോളുമല്ലോ. ആ സദസ്സക്ക് ഇബിലീസ് വരും, ദജ്ജാൽ വരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളി. കൗം അതൊക്കെ മുണങ്ങിക്കോളും, അവർക്ക് യാതൊരു തകരാറോ ഇതിലില്ല. അപ്പൊ ഇങ്ങനെ മീറ്റിംഗ് കൂടും. മീറ്റിംഗ് കൂടിയിട്ട് ഈ ഹൗസാണ് ആ മീറ്റിങ്ങിന്റെ അധ്യക്ഷൻ. മുപ്പരത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പല കൗമിനും തിരിയില്ല കേട്ടോ. അത് കേട്ടോളി. അപ്പോൾ ഈ അഹ്ലുദ്ദീവാൻ ഭയങ്കര അദബിലാണ് അവർ. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സദസ്സിൽ കയറി വരും. അങ്ങനെ കയറി വന്നാൽ അവിടുത്തെ അധ്യക്ഷൻ മുത്തുനബി ആയിരിക്കും. ഗൗസ് ഇരിക്കുന്നിടത്തിരിക്കുക. ഗൗസിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ആൾ അങ്ങോട്ടിരിക്കും, വലത് ഭാഗത്തിരിക്ക് ഗൗസ് ഇറങ്ങിയിരിക്കും. അങ്ങനെയാണ് ആ മീറ്റിങ്ങിൻ്റെ നിയമങ്ങൾ. ഗൗസ് സംസാരിക്കുമ്പോൾ ഗൗസ് കോഡ് ഭാഷയിലാണ് സംസാരിക്കുക. മീറ്റിങ്ങിൽ ഗൗസിൻ്റെ സംസാരം മനസ്സിലാക്കാൻ രണ്ട് വ്യക്തിക്ക് കഴിയുള്ളൂ, ഇടത്തും വലത്തുമുള്ള ഇമാമിന്. സദസ്സിലുള്ളവർ സംസാരിക്കുന്നത് ഇവർക്ക് തിരിയെങ്കിലും ഇവർ സംസാരിക്കുന്നത് അവർക്ക് തിരിയില്ല. കുല്ലി മഖാമിൻ മഖാലുൻ ഗൗസുൽ പറഞ്ഞു. എല്ലാ മഖാമിലും ഓരോ ഇസ്തുലാഹുണ്ട്, ഓരോ വാക്കുകളുണ്ട്. ആ മഖാമിൽ കയറിയവന് മാത്രമേ എന്താണ് ആ പറഞ്ഞത് എന്ന് തിരിയൂ. അപ്പോൾ ഇമാമാനി സംസാരിക്കുന്നത്, ഗൗസ് സംസാരിക്കുന്നത് ഇമാമിനെ തിരിയൂ. പിന്നെ ഈ ഗൗസ് പറഞ്ഞു കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് തർജ്ജമ ചെയ്തു കൊടുക്കണം. അപ്പൊ അഹ്ലുദ്ദീവാൻ ഔലിയാക്കള ഓഫീസ് അവിടെ മീറ്റിംഗ് കൂടും. ഹൈക്കമാൻഡ് കൂടണമാരി, പോളിറ്റ് ബ്യൂറോ കൂടണമാരി, ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ കൂടിയിട്ട് ഗൗസ് നടുവില് ഇടംബലും ഓരോ ഇമാമിയങ്ങള്. അപ്പൊ ചില സമയത്ത് റസൂല് വരുമല്ലോ. റസൂല് വരുമ്പോൾ ഗൗസും ചെയ്യും, ആ ബലത്തിരിക്കണ ഇമാമിനോട് വരും, ചങ്ങാഴ്ച ഒന്ന് നീച്ച, കുറച്ച് അപ്പുറത്ത് പോയിരിക്കെ, ഞാൻ അപ്പുറത്ത് ഇരിക്കട്ടെ എന്നറിയും. എന്നിട്ട് റസൂലിന് ആ കസേരയുടെ ഒഴിഞ്ഞെടുക്കും. എന്നിട്ട് ഗൗസ് സംസാരിക്കണത് പലതും കൗമിന് ബാക്കിയുള്ള ഔലിയാക്കൾ ഇങ്ങനെ പട്ടി ചന്തക്ക് പോയ മാതിരി ഇങ്ങനെ തൊള്ളി വെച്ചിരിക്കുണ്ടാവും. അവിടെ ഒന്നും തിരിയില്ല. ഒരു മീറ്റിങ്ങിന് വിളിച്ചല്ലേ, സർക്കുലറൈസ് മീറ്റിങ്ങിന് വന്നതല്ലേ. അപ്പൊ വരാഞ്ഞാൽ വിലായത്ത് വട്ടം ക്യാൻസൽ ചെയ്താലോ, ആ നിലക്ക് വരുന്നതാണ് പലതും. അങ്ങനെ വന്ന് കാണാൻ ഇങ്ങനെ ചെറിയും തോളിട്ട് ഇങ്ങനെ മേപ്പട്ട് ഇങ്ങനെ കൊട്ടാവിട്ട് ഇങ്ങനെ ഇരിക്കും. എത്താ പോയി പറയണ വിചാരിച്ചിട്ട്. അപ്പൊ ഗൗസ് പറഞ്ഞത് ഇവർക്ക് തിരിയില്ലോ. അപ്പൊ മറ്റേ ഇമാമുണ്ടല്ലോ, മൂപ്പര് പരിഭാഷ ട്രാൻസ്ലേറ്റർ മൂപ്പരാണ്, മൂപ്പര് തർജ്ജമ ചെയ്തു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ മോഡിന്റെ പ്രസംഗം സുരേന്ദ്രൻ പരിഭാഷപ്പെടുത്തണ മാതിരി ഇങ്ങനെ പല ആൾക്കാർക്കും തിരിയില്ല. ബായോ ബഹനോ എന്ന് മാത്രം തിരിയും. അങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ കേട്ട് നിൽക്കന്നെ. എന്നിട്ട് പരിഭാഷപ്പെടുത്തി കൊടുക്കണം. ഈ പരിഭാഷ കണ്ടല്ലേ ഇമാമ്, ഇയാളങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുക്കും. ഇപ്പോൾ ഗൗസവർകൾ നമ്മോട് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ കാലവും ഈ കൗമിനെ വല്ലാതെ പറ്റിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് നിങ്ങൾ പരമാവധി മുതലെടുക്കുക. എല്ലാവരും ഭൂമിയിലേക്ക് പോയിട്ട് പരമാവധി ഈ കേരളത്തിലെ സമസ്തത്തെ തന്നെ നിങ്ങൾ കൂടിക്കോളിയും. അവിടെ പരമാവധി നിങ്ങൾ പറ്റിക്കാൻ പറ്റിയ കുറേ പൊട്ടന്മാരുണ്ട് എന്നങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെ പോലും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഭൂമിയിലെ മൊത്തത്തിൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ രണ്ട് വിഷയമുള്ള. ഒന്ന്, കുറെ കൗമ് പറയണത് കേരളത്തിലാണ് എല്ലാ ഔലിയാക്കളും കേന്ദ്രം എന്നാ. ഇവിടെയാണ് എല്ലാ ഔലിയാക്കളൊക്കെ തമ്പടിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന് വല്ലാൻ പറ്റിയ ഒരു ഔലിയ രാജ്യം, ഒരു ഔലിയ സംസ്ഥാനം ഭൂമിന്റെ വേറൊരു ഭാഗത്തുമില്ല എന്നാണ് ഇത്രയും കാലം കേട്ടിട്ടുള്ളത്. ഇപ്പൊ അതാ മറ്റോൻ പറയണത് ആര്? ഇന്റർനാഷണൽ ബിസിനസ് മാൻ കാന്തപുരത്തിന്റെ മോണ്ടൽ ഹക്കീം. ഓൻ പറയണതാ ഔലിയാക്കളൊക്കെ യൂറോപ്പിലുള്ളത് ആണ്ട് പോയിക്കോളി, കേട്ടോളി. അതുകൊണ്ട് ഇന്ന് ഔലിയാക്കന്മാരെ നമുക്ക് കൂടുതൽ ലഭിക്കുക അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് സൂഫിയാക്കളെയും ഔലിയാക്കന്മാരെയും ലഭിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ കുറഞ്ഞു പോയി. കാരണം അതെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ വിജ്ഞാനം വിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിൽ ആയി മാറിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ ഇവൻ പറയണതാണ്, ഇപ്പൊ ഔലിയാക്കളൊക്കെ കൂടുതലുമുള്ളത് അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ്. ഇവിടെ ഔലിയാക്കൾ കുറവാണ്. എടാ ചങ്ങായി, എന്നോടൊന്ന് ചോദിക്കട്ടെ, ഇത് പറയണത് മുണുങ്ങാൻ വേണ്ടി ചോദിക്കല്ല, ഒരു കൗതുകത്തിനും വേണ്ടി രസത്തിനും വേണ്ടി ചോദിക്കണമെന്ന് നോട്ടിക്കോ. എങ്ങനെയാണോ നിങ്ങൾ ഈ സെൻസസ് എടുക്കണ ഔലിയാക്കള്?
യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്ര ആൾക്കാർ ഔലിയാക്കൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്ര ആൾക്കാർ ഔലിയാക്കൾ, ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്ര ആളുകൾ ഔലിയാക്കൾ, ഇവിടെ ഇന്ത്യയിലെ ഇന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര ശതമാനം ഔലിയാക്കൾ, ഇന്ന പഞ്ചായത്തിൽ ഇത്ര ഔലിയാക്കൾ. നിങ്ങളത് കണക്കെടുക്കാൻ ആരോടെ ഏൽപ്പിച്ചത്? നിങ്ങളേക്ക് ഇതിന്റെ അളക്കാനുള്ള അളവുകോൽ ഏതാ? അതൊന്ന് പറഞ്ഞേരി. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് യൂറോപ്പിൽ ഇത്ര ഔലിയാക്കളുണ്ട്, ആഫ്രിക്കയിൽ ഇത്ര ഔലിയാക്കളുണ്ട്, ഏഷ്യയിൽ ഇത്ര ഔലിയാക്കളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയോടൊന്ന് മനസ്സിലായത്? നിങ്ങൾ അവിടെ ഔലിയാക്കളെ തീരുമാനിക്കൽ തന്നെ? അതോ നിങ്ങൾ ഈ വാണിയംകുളത്തുനിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുന്ന പോത്തുകളുണ്ടല്ലോ, കന്നുകൾ, അവറ്റകളെ തിരിച്ചറിയാൻ വേണ്ടി ചന്തിമ സീരുത്തുമല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിടന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ വരിവരിയായി നിർത്തിയിട്ട് ഔലിയാക്കളാന്ന് ഉറപ്പുള്ള ആൾക്കാരെ ചന്തിമ ഓരോ സീൽ ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുന്നുണ്ട് നിങ്ങൾ തന്നെ? എന്ത് ഹമാക്കത്തുകളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ യൂറോപ്പിലും അവിടെയാണ് ഇപ്പോൾ കൂടുതൽ ഔലിയാക്കൾ എന്നാണ് പറയണത്. ഇനി അങ്ങനത്തെ കുറച്ച് ഔലിയാക്കളെ കറാമത്ത് തന്നെ പറയട്ടെ, ഹക്കീം തന്നെ പറയട്ടെ. അപ്പോൾ അതിന് രസം ഉണ്ടാവല്ലോ, ബല്യുസ്താവിന്റെ മോനാണല്ലോ, അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഗ്രേഡ് ഉണ്ടാവുമല്ലോ. കോനിയയിൽ മറ്റൊരു ഖബർ കാണാം. അത് സാഹിബുൽ ഖബറിന്റെ പേര് ആതിഷ്ബാസ്. ആതിഷ്ബാസ് ആരാണത്? ആതിഷ്ബാസ് എന്ന് പറയുന്നത് റൂമിയുടെ ദർസിലത്തെ ക്യാൻറ്റീനിലെ ഉസ്താദാണ്. റൊട്ടി ചുടുന്ന ആളാണ്, നാൻവാല. റൂമിയുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന തബ്ബാഖാണ് ആതിഷ്ബാസ്. അപ്പൊ അവരുടെ ദർസിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് വലിയ മഹാനാണ്. ആതിഷ്ബാസിന്റെ ശരീരത്തിന്റെ ചൂട് കൊണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുള്ള ചൂട് കൊണ്ടായിരുന്നു ഇപ്പൊ ക്യാൻറ്റീനിൽ വിറക് തീർന്നാല് മൂപ്പര് പത്തിരി വരത്തി നെഞ്ചത്ത് വെച്ചു കൊടുക്കും. അപ്പൊ പൊള്ളി വരും. ദിക്ർ ചൊല്ലിയിട്ട് ബോഡി ചൂടായിട്ട് അത്ര വലിയ ചൂടുള്ള ബോഡിയുള്ള മഹാന്മാരുണ്ടാവും. ആറ്റി സുഭാഷ്, നല്ല പേര്, അനിൽ സുഭാഷ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പൊ ഇയാളാരാണ്? ഇത് റൂമി വലിയ ഔലിയായിരുന്നല്ലോ, വലിയൊരു സൂഫിയായിരുന്നു റൂമിയെ കുറിച്ച് നമുക്ക് പറയാൻ ഇൻഷാ അല്ലാഹ് പിന്നീട്. അപ്പൊ റൂമിന്റെ കോളേജിലെ കുട്ടികൾക്ക് ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു ഈ ആറ്റി സുഭാഷ്. മുപ്പര് ഔലി തന്നെ. കാരണം ഔലിയാക്കളെ ചുറ്റിപ്പറ്റി നടക്കണ അയാളങ്ങനെ മണത്തിറക്കണ എല്ലാ ഔലിയാക്കളായിരിക്കുമല്ലോ. അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളോ ഔലിയ, മുറ്റത്ത് അടിച്ചു തരുന്ന ആളോ ഔലിയ, കക്കൂസ് വെക്കുന്ന ആളോ ഔലിയ. ഔലിയാക്കളല്ലാത്ത ആരും ഉണ്ടാവില്ല അവിടെ. അങ്ങനെ ഈ ആറ്റി സുഭാഷ് എന്ത് ചെയ്യും? ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കൽ എങ്ങനെയാണ്? ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ ചൂടായിട്ട് ആ റൊട്ടി ഇങ്ങനെ പരത്തിയിട്ട് നെഞ്ഞത്തട വെക്കും. അപ്പൊ അതിങ്ങനെ പൊള്ളച്ചു വരും. അങ്ങനെയാണ് മൂപ്പര് റൊട്ടി ഉണ്ടാക്കൽ എന്നായി പറഞ്ഞത്. കറാമത്ത് തന്നെ, മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ആ കാലത്ത് മൂപ്പര് ഇസ്തിരിട്ടിന്റെ കുട്ടികൾക്ക് പഠിക്കണ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കണമല്ലോ. അന്നിപ്പോ കറണ്ട് ഒന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും അത്? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ മേശം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇയാൾ തുണി മാടിക്കാണ്ട് ചന്തിട്ട് വരത്തിലായി ഒരു ചൂടുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യല് ആറ്റി സുഭാഷ്. അങ്ങനെ ആയിരിക്കുമല്ലോ. ഇയാളെങ്ങനെ തുളവട ഉണ്ടാക്കല്? കുട്ടികൾക്ക് റൊട്ടി മാത്രമല്ലോ, ക്യാൻറ്റീനിലാകുമ്പോൾ പല ഫുഡ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെ ഉണ്ടാക്കല്? എന്തെന്തല്ല അങ്ങനെ പറയുന്നേ. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു മനുഷ്യന് ഒരു ശരീരത്തിൽ മാവ് പരത്തിയിട്ട് അതുകൊണ്ട് റൊട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിന്നാൻ തോന്നുമോ? എങ്ങനെയായിരിക്കും അതിന്റെ കോലം? ഇതാ ഇങ്ങനെ ആയിരിക്കും അതിന്റെ കോലം. കണ്ടോളേ, ഇതിപ്പോ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് വരെ ഇങ്ങനെ പ്രചരിക്കുന്ന ചില വീഡിയോസ് ആണിത്. ഇത് കോമഡിയാണോ എന്താണെന്നറിയില്ല. ഇതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ആറ്റി സുഭാഷ് റൊട്ടി ഉണ്ടാക്കണ കോലം ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഈ ചെങ്ങായി പിന്നെ ഇതിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കഷത്തിൽ വെച്ച് പരത്തിയിട്ട് എണ്ണീക്കിടുണ്ട്. ആറ്റി സുഭാഷ് അതും ചെയ്യില്ല. എണ്ണീക്കിണ്ട് വേറെ നേരെ കൗമിന്റെ അണ്ണാക്ക് കണ്ടലാണ്. എണ്ണയിലിടുമ്പോൾ കുറച്ചൊക്കെ ബാക്ടീരിയ അണുക്കളും ചത്തോളും. ഇത് അതുമില്ല, നേരെ കൗമിന്റെ അണ്ണാക്കാണ് തള്ളിക്കൊടുക്കന്നെ ഈ വക വൃത്തികേടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട്. ഇതാണ് ആറ്റി സുഭാഷ്. മനസ്സിലായില്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല. ഹക്കീമെന്നെ പറയട്ടെ, വേറൊരു ചെങ്ങായിന്റെ വേറൊരു കറാമത്ത് കേട്ടോളി. കറാമത്തുള്ള മഹാന്മാർ അവര് തീനേക്കാളും വലിയ ചൂടാകുമ്പോ അവരുടെ കയ്യിൽ തീ പിടിച്ചാൽ ഒന്നും പറ്റൂല. കാരണം തീനേക്കാളും വലിയ ചൂടാണ് അവര്. ഗുണംകുടി മസ്താൻ കേട്ടിട്ടുണ്ട് മഹാനവറുകള്. അവരിങ്ങനെ വലിയ ഹെവി 110 kV ലൈനിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ആടുമായിരുന്നു. കാരണം അതിനേക്കാളും വലിയ ചൂടാ അവിടെ ഉള്ളത്. ഗുണംകുടി മസ്താൻ, അത് അതിനെക്കാട്ടി നല്ല പേര്. അപ്പൊ ഗുണംകുടി മസ്താൻ എന്ത് ചെയ്യും? മൂപ്പരിങ്ങനെ ശരീരം ഇങ്ങനെ ഭയങ്കര ചൂടുള്ള ആളാ. അപ്പൊ മൂപ്പര് 110 kV ലേരുമ്പോ ഇങ്ങനെ കേടുന്ന ഇങ്ങനെ ആടും തലകുത്തനായിട്ട്. ഇങ്ങനെ ഇതെന്തോ കടവാവലോ, എന്തൊക്കെ പിരാന്തന് കുത്തിക്കഴപ്പ് തിന്നിട്ട് എല്ലിന്റെ അടി കയറിയിട്ടേ സമുദായത്തിന്റെ ഫുഡ് ഇങ്ങനെ ഓസിക്കിരുന്ന് തിന്നല്ലേ, വേർക്കണില്ലല്ലോ. ഈ വക ഔലിയാക്കളും അബുദാലികളും കുത്തുബീങ്ങളും തീറ്റിപ്പോറ്റണ പരിപാടി സമുദായത്തിനാണല്ലോ. സമുദായം തീറ്റിപ്പോറ്റണല്ലോ പോലെ. അപ്പൊ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കൊഴുപ്പ് കൂടിയിട്ട് എല്ലിന്റെ അടി കയറിയിട്ട് ഓരോരുത്തർക്ക് ഓരോ പിരാന്ത്. അപ്പൊ ഇയാളെ പിരാന്ത് എന്തായിരുന്നു? 110 kV ലൈൻ കമ്പിമ കിടന്നിട്ട് ഇങ്ങനെ ആടുക. വേറെ ഒരു പണിയില്ല മനുഷ്യന്. ഇതിന്റെ പേരെന്താണ്? ഗുണംകുടി മസ്താൻ. ദോഷം കൂടിയ മസ്താൻ അതിന് പേരിടേണ്ടത്. ഗുണംകുടി മസ്താന്
സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കുറെ ഗുണംകുടി മസ്താന്മാരും കുറെ ക്രിമികടി ഉസ്താദുമാരും കൂടിയാണ് ഈ സമുദായത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കറാമത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ. മനസ്സിലായോ? ഇതൊക്കെയാണ് മജ്ദൂബീങ്ങളും കുത്തുബീങ്ങളും അബ്ദാലിയങ്ങളും. ഇവലെ കോലാണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ, സമുദായത്തിന് നല്ലതല്ലേ, ഇങ്ങനെ സമുദായത്തിന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാൻ ഓരോ അബ്ദാലിയങ്ങളും കുത്തുബീങ്ങളും ഔലിയാക്കളും മജ്ദൂബീങ്ങളും ഉണ്ടാകണത്. നമുക്കൊരു പ്രശ്നം, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരോട് പോയി സങ്കടം പറയാലോ എന്ന് പറയാൻ പറ്റൂല എന്ന്. അത് ചങ്ങായിനെ പറയണ്ടേ, അവരോട് സങ്കടം പറയാൻ നേരെ തിരിച്ചടിച്ച് ഉൾട്ടാവുന്നു. കേട്ടോളി. മജ്സൂബുകളായ ആളുകൾ അവരോട് ദ്വാർപ്പിക്കാനൊന്നും പറ്റൂല. കണ്ണ് പൊട്ടിപ്പോട്ടെ പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോ കണ്ണങ്ങ് പൊട്ടിപ്പോകും. അവരെടുത്ത് ഇങ്ങനെ പോയി ഇരിക്കുക. മജ്സൂബായ വലിയാണ് എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ചെന്നിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ചിലപ്പോ നല്ല കിട്ടൽ കിട്ടും. കേട്ടില്ലേ? അപ്പൊ ആ പ്രദേശം പോയി ഈ വക അബുദാലിയങ്ങളും കുത്തുബീങ്ങളും ഔസിയങ്ങളും ഔലിയാക്കളും കുത്തുബുലാലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു മെച്ചല്ലേ, സമുദായത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി പറയാലോ, നമുക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോയി കണ്ട് സങ്കടം പറയാലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട കൗമേ, പറ്റൂലാതെ പറഞ്ഞത്. ഒരുത്തം പോയിട്ട് പറയാണ്, ഷെയ്ഖ് അവർകളെ, അബുദാൽ അവർകളെ, കുത്തുബ് അവർകളെ, മജ്ദൂബ് അവർകളെ, എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മജ്ദൂബ് ഒറ്റയടിക്ക് പറയണം എൻ്റെ കണ്ണ് പൊട്ടിപ്പോട്ട പഹയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. അതുവരെ കുറച്ചേലും കാണായിരുന്നു, പിന്നെ അന്ധനായി കണ്ണുപൊട്ടനായി തപ്പി തടഞ്ഞ് നടക്കണ്ടേ. അപ്പൊ പോയിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ ഒരുത്തം വന്നിട്ട് പറയണേ, ഷെയ്ഖ് അവർകളെ, മജ്ദൂബ് അവർകളെ, എനിക്ക് മൂത്രമൊഴിക്കാൻ കുറച്ചൊരു മൂത്രക്കടച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ മൂത്രമൊഴിക്കുന്ന സാധനം തന്നെ പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വല്ല ഉപകാരം നടക്കുവോ? അപ്പൊ ഈ വക ശൈത്താന്മാരുടെ അടുത്തേക്ക്, ഈ വക മജ്ദൂബികളുടെ അടുത്തേക്ക് പോണ്ട എന്നാണ് ഹക്കീമിന്റെ ഉപദേശം. അതന്നെ നമുക്കും പറയാനുള്ളത്. നിങ്ങളെല്ലാം പൊട്ടിപ്പോവും, പരലോകം പൊട്ടിപ്പോവും, സ്വർഗം പൊട്ടിപ്പോവും, എല്ലാം പൊട്ടിപ്പോവും, കണ്ണ് മാത്രമാവില്ല പൊട്ടുക. അപ്പൊ അങ്ങനെ ഈ മജ്ദൂബീങ്ങള്, ഈ അബുദാലിയങ്ങള്, ഈ ഔതാദീങ്ങള്, നുജബാക്കള്, ഹംകീങ്ങള്, ബർക്കുസീങ്ങള്, കുറെ സാധനങ്ങളുടെ വെറ്റിങ്ങള്, ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച വലിയ സംഗതിയാണ് വിചാരിക്കേണ്ട. ഇതൊക്കെ പല കാലത്തും പല ലോകത്തും പല സ്ഥലങ്ങളിലും ഈ കഞ്ചാവ് അടിച്ചിറക്കണ കുറെ സൂഫിയാൾ ഇങ്ങനെ തലക്ക് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഇരുന്ന് വായിക്കലാണ്, പ്രസംഗിക്കലാണ് ഇതുപോലത്തെ ഉള്ള പുരോഹിതന്മാർക്കുള്ള പണി. മനസ്സിലായോ? ഇത് വെറുതെ പറയല്ല. നമുക്ക് ഇവരെ ചില കഥകൾ കേട്ട് കഴിഞ്ഞാൽ തോന്നലുണ്ട് ഇവർ വല്ലത് അടിച്ച് കയറ്റലുണ്ടോ, ഇവർ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, എന്താ അവന്മാർ അടിച്ച് കയറ്റലെന്ന്. കേട്ടോളി, ഒരുത്തം പ്രസംഗിക്കണം. കേട്ടോളി. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടെ നിന്റെ അൽ ജൗഹറുൽ മസൂൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ മഹാനവറുകൾ പറയാണ്, ഇങ്ങനെ ഇൽമുൽ വിറാസത്ത് മുഖേന കിട്ടുന്നത്, അത് മുഖേന എന്ത് കിട്ടുന്ന നിങ്ങൾക്ക് അവൻ കാണും ദുഖൂലു ഹളറത്തിൽ ജംഇ ബൈനൽ ളിദ്ദൈനി, വൈരുദ്ധ്യങ്ങൾ സമുന്നയിക്കും, രാവും പകലും ഒന്നാകും, ഖദീമും ഹാദിസും ഒന്നാകും. നമ്മളെ ബുദ്ധിക്ക് കൊള്ളുണ്ട രാവും പകലും ഒന്നാകുക, ആണും പെണ്ണും ഒന്നാകുക. ഞാൻ പറയലട്ടെ, എൻ്റെ നേരെ ചാടണ്ട. അൽ ജൗഹറുൽ മസൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറയുകയാണ്, അല്ല മഹാനായ ഇമാം ഷഅറാനി തങ്ങൾ പറയാൻ, ഫയശ്ഹദുൽ ളിദ്ദ ഫീ ഐനി ളിദ്ദിഹി വാഹിദ, വൈരുദ്ധ്യത്തെ, അതിൻ്റെ വൈരുദ്ധ്യത്തെ തന്നെ ഒന്നായിട്ട് കാണും. രാവിനെ പകലായിട്ട് കാണും, പകലിനെ രാവായിട്ട് കാണും. നാളെ കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കളിയാക്കണ കൂട്ടത്തിൽ എല്ലാ കൂട്ടരും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ പറഞ്ഞു തരാന്ന്. ഇത് നിങ്ങൾക്ക് കളിയാക്കാനുള്ളതല്ല, ഇത് ഞങ്ങൾക്കുള്ളതാണ്. വയശ്ഹദുൽ ജിസ്മൽ വാഹിദ ഫീ അൽഫി മകാൻ, ഒരു സാധനം തന്നെ 1000 സ്ഥലത്ത് അവന് കാണാൻ കഴിയും. വാഹിദ് വഹുവ വാഹിദും ഫീ നാതിഹി, ഒരേ വിശേഷണത്തിൽ ഒരു സാധനത്തിനെ തന്നെ 1000 സ്ഥലത്ത് അവന് കാണാൻ കഴിയും. വയശ്ഹദു ദാഖിലൽ വാസിഇ വയശ്ഹദു ദാഖിലൽ വാസിഅ, വിശാലമായ ആകാശവും ഭൂമിയുമൊക്കെ ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നത് അവന് അനുഭവപ്പെടും. ഇത് പെരാന്താന്നറിയും. ഇത് പെരാന്താന്ന് പറയാന്നല്ലാതെ എന്താ പറയാ? പറഞ്ഞോ. അനുഭവിക്കാത്തതും അറിയാത്തതും മുഴുവനും പിരാന്താന്ന് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഇത് പിരാന്താന്ന് പറയുന്ന മൂപ്പരിക്കാൻ അറിയട്ടോ. കാരണം ഒരു സാമാന്യ ബുദ്ധിക്ക്, ഒരു ഇസ്ലാമിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതികളല്ലല്ലോ ഈ പറയണത്. അപ്പൊ ഇതിന് പിരാന്താന്നാ പറയാ. അല്ലെങ്കിൽ പിന്നെ വേറൊരു വർത്താനം പറയുന്നത്, ഒന്നുകിൽ ഈ പറഞ്ഞ ആൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുണ്ടല്ലോ, വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല MDM അടിച്ചു കയറിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും. എന്നിട്ട് അതിന് ഇൽമുൽ വിറാസത്ത് എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ വലിയ സംഗതിയായി എന്നാ. എടോ, എന്ത് പേരിട്ട് കഴിഞ്ഞാലും ഈ കഞ്ചാവും MDM അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പറഞ്ഞൊക്കെ ചില ആൾക്കാർ എന്ത് വൈരുദ്ധ്യങ്ങൾ സമുന്നയിക്കും, രാവും പകലും ഒന്നാകും, ആണും പെണ്ണും ഒന്നാകും. ഒരു സാധനം തന്നെ 1000 സ്ഥലത്ത് കാണും. ചെറിയ ഇടുങ്ങിയ ഇടവഴികളൊക്കെ NH-47 ആയിട്ട് തോന്നും. പിന്നെന്താണ്, ഭൂമിയും ആകാശമൊക്കെ ഒരു സൂചിന്റെ കൊയലിലൂടെ ഇങ്ങനെ ദ്വാരത്തിലൂടെ കടക്കണായി തോന്നും.
ഇത് സാധാരണ ലഹരി അടിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തോന്നലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇത് നിങ്ങൾ ഇൽമുൽ വിറാസത്തിന് പേരുണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് മോര് കലക്കി കൊടുക്കുക, ഈ പ്രശ്നം തീരും. മനസ്സിലായോ? ഇത് കൗമിന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ കിതാബിലുണ്ടെന്നാ പറയണത്. ഷഹറാനിന്റെ കിതാബിലുണ്ട്, അത്ര മറ്റേ കിതാബിലുണ്ട്, കുറെ പിറ കിതാബിൽ ഇതുണ്ട്. സമുദായമേ, സമസ്തക്കാരായ സഹോദരങ്ങളെ ഇങ്ങോട്ട് പറയാനുള്ളത്, സമസ്തക്കാരായ പല സഹോദരങ്ങളും നമ്മളെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ സംസാരം കേട്ടപ്പോഴാണ് ഇതൊക്കെ ഈ കൗമിന്റെ വിശ്വാസം, ഈ ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പല ആൾക്കാരും നമ്മളെ വിളിച്ചു പറയണേ. ഇത് സഹോദരങ്ങൾ നിങ്ങൾ വിചാരിച്ച മാറിയല്ല. ഈ കിതാബൊക്കെയാണ് സമസ്തന്റെ അടിത്തറ. ഇത്തരം പീറ കിതാബുകളിലാണ് സമസ്തയെ കെട്ടിപ്പടുത്തിട്ടുള്ളത്, അല്ലാതെ ഖുർആനിലും ഹദീസിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇവർക്ക് പല വിഷയങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള കാലമായതുകൊണ്ട് പലതും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പല ക്ലാസ്സുകളിലും രഹസ്യ ത്വരീഖത്തിന്റെ ദർസുകളിലൊക്കെ ഇരിക്കുന്ന സംസാരങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണോണ്ട് നമുക്ക് കിട്ടുന്നു. ഇതൊക്കെ ഇവിടെ സമസ്തയുടെ അടിത്തറയായ പല കിതാബുകളിലും സമസ്തക്ക് തള്ളാൻ പറ്റാത്ത കഥകളാണിതൊക്കെ. ഈ കഥകളിൽ കുടുങ്ങി നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തണോ? അതാണ് സമസ്തയിലെ സഹോദരങ്ങളോട് അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഇതിനെക്കുറിച്ച് അറിയാത്ത സാധാരണക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ ഈ തലകെട്ടും കെട്ടിയിട്ട് സമുദായത്തിനെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ പുരോഹിതന്മാരല്ല ഞങ്ങളെ വിഷയം. ഞങ്ങളെ മുമ്പിലുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ, ദീനിനെ സ്നേഹിക്കുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന, നരകത്തെ ഭയപ്പെടുന്ന, സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന മഹാസാധുക്കളായ സമസ്തക്കാരാണ്. അവർ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉസ്താദുമാരും നിങ്ങളുടെ ത്വരീഖത്തിന്റെ ശൈഖന്മാരും നിങ്ങളുടെ സൂഫിയാക്കളും എഴുതി വെച്ച പീറ കിതാബുകളിൽ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കഥകളാണുള്ളത്. അത് നിങ്ങൾ വലിച്ചെറിയണം. യഥാർത്ഥ ദീനിലേക്ക്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതത്തിന് അർത്ഥമില്ലാതെയാകും. നിങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിനും സമ്പത്തിനും അർത്ഥമില്ലാതെയാകും. നിങ്ങളുടെ പരലോകം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ യഥാർത്ഥ ദീനിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്നും പഠിക്കുക. ഈ മുസ്ലിയാക്കന്മാരുടെ, ഈ ഉസ്താദുമാരുടെ ഈ വഴിവെച്ച വാദങ്ങളെയും അവരെയും നിങ്ങൾ തള്ളിക്കളയുക, അകറ്റി നിർത്തുക. എങ്കിൽ നിങ്ങളുടെ പരലോകം രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.